ഒരു കാര്യം കൂടി, ഞാൻ ശ്രീ രാധാകൃഷ്ണൻ MP അവർകളെ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഇപ്പം അറിയില്ലെങ്കിൽ ഇന്ന് മുതൽ വളരെ ആഴത്തിലൊന്ന് അറിയാനുള്ള ശ്രമം നടത്തണം. കരുവന്നൂർ പോലെ നമ്മുടെ വിജയത്തിലേക്കുള്ള ഈ വിഷയത്തിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് നമ്മുടെ വിജയത്തിൻ്റെ വഴിയായി. അവിടേക്ക് കേരള സർക്കാർ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ മെഡിസിന് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ആക്കിയിട്ടുണ്ട്. അതിനെൻ്റെ പെട്രോളിയം കമ്പനികൾ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ഞാൻ കുറച്ച് കാലമായിട്ട് കാണുന്ന ഒരു പ്രവണത, ഞാൻ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ മതി, ചെയ്യണ്ട. അപ്പോഴേക്കും മന്ത്രിമാരെല്ലാം ഓടി അവിടെ എത്തും, ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ പറഞ്ഞതല്ല, അത് ചെയ്യാനുള്ള വഴി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. മന്ത്രിമാരൊക്കെ പല വീടുകളിലും പോയ മന്ത്രിമാരെ അറിയാമല്ലോ അല്ലേ. ഗുരുവായൂർ ആരെയോ അവഹേളിച്ചെന്ന് പറഞ്ഞ് ചാടിപ്പോയ മന്ത്രിമാരെ അറിയാമല്ലോ. അവരൊക്കെ ഇനി അങ്ങോട്ട് വീടുകൾ കയറി ഇറങ്ങട്ടെ, മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്കും ചെന്ന് വാഗ്ദാനം കൊടുക്കട്ടെ. അങ്ങനെ സംഭവിച്ചാലും സന്തോഷം. നമ്മളിത് നൽകി വിജയിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ലഭ്യത അത് പട്ടികജാതിക്കാർക്ക് നിഷേധിച്ചെങ്കിൽ പിന്നെ എവർക്കൊന്നും മറ്റേ നേതാവിൻ്റെ താങ്ങി അവിടെ വന്ന് പാർലമെന്റിൽ ഈ സർക്കസ് കാണിക്കാൻ ഒരവകാശവുമില്ല. വളരെ വ്യക്തമായി പറയുകയാണ്. വെറുതെ ഭരണഘടന എടുത്ത് ഉയർത്തി കാണിച്ചത് കൊണ്ടൊന്നും ആവത്തില്ല. ഹൃദയത്തിൽ അതുണ്ടാവണം. പാർലമെന്റിൽ TV-യിൽ വരുന്നത് കൊണ്ട് ലോകം മുഴുവൻ കാണും, കുറച്ച് കയ്യടി നേടാമെന്നല്ല. ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ജനങ്ങൾ നിങ്ങൾ കാട്ടാതെ തന്നെ മനസ്സിലാക്കും. ഇത്രയൊക്കെ കൊടുത്താൽ പോരെ? ബാക്കി നമുക്ക് നമ്മുടെ വിജയങ്ങളുടെ ഘനം അതുവഴി അവർക്ക് ഏൽക്കുന്ന പ്രഹരം വഴി നമുക്ക് കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ആഹ്ലാദത്തിൽ പങ്കുചേരാനുള്ള ഭാഗ്യം, അതിനുള്ള കഴിവ്, അതിനുള്ള മികവ് നമുക്ക് നൽകണമെന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം.